നമസ്കാരം. ഇന്ന് സിനിമാ കാര്യങ്ങൾ കടന്നു ചെല്ലുന്നത് മലയാള സിനിമയിലെ നിശ്ചല ഛായാഗ്രഹണത്തിന്റെ മേഖലയിലേക്കാണ്. സിനിമയിൽ നിശ്ചല ഛായയുടെ പ്രസക്തിയും പ്രയോഗവും വികാസവും പരിശോധിക്കുകയായിരുന്നു കഴിഞ്ഞ ഘട്ടത്തിൽ. സ്റ്റിൽ ഫോട്ടോഗ്രാഫിയുടെ തലമുറകളെ അടുത്തറിയാനും ശ്രമിച്ചു. ആ യാത്ര ഈ എപ്പിസോഡിൽ തുടരുന്നു. കളർ ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് അറിയുന്ന സമയത്ത് തന്നെ കളർ പ്രിന്റിങ്ങിന് കമ്പ്യൂട്ടർ സാധനങ്ങൾ വന്നിരുന്നു. പക്ഷെ അതിന് മുൻപ് ഒരു പീരീഡ് കളർ നമ്മൾ മാനുവലി ഉണ്ടായിരുന്നു അല്ലേ? പിന്നെയാണ് കമ്പ്യൂട്ടർ വരുന്നത്. മാനുവൽ സമയത്ത് അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു അല്ലേ? അപ്പൊ അതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ്. അതെ, സെയിം ആണ് രണ്ടും. ഇതൊക്കെ ഡെവലപ്പർ കെമിക്കൽസിന്റെ വ്യത്യാസം എന്നേ ഉള്ളൂ, സെയിം ആണ്. പക്ഷെ അന്ന് മാനുവൽ ഇതിടുമ്പോൾ ഫിൽറ്റേഴ്സൊക്കെ എല്ലാർജർ ഫിൽറ്ററൊക്കെ ഇടണം. ഓരോന്നിനും ഓരോ ഫിൽറ്റർ ഇട്ട് കറക്ഷൻ ചെയ്യണം. എന്നിട്ട് താഴെ ടെസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കമ്പ്യൂട്ടറിന്റെ ഒരു സഹായം വന്നപ്പോൾ പ്രിന്റിംഗ് ജോലികൾ കുറച്ച് എളുപ്പമായി. പ്രിന്റിംഗ് ജോലികൾ എളുപ്പമായി. പെട്ടെന്ന് നമുക്ക് എവിടെ പോയാലും ഇതായി ചെയ്ത് ഇത് ചെയ്യാം. പിന്നെ 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 ജോലി ഈസിയായി. ഇപ്പോൾ ഡിജിറ്റലായപ്പോൾ അതെ. ഈ അനലോഗിന്ന് ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മെയിൻ വ്യത്യാസം എന്താണ്? വ്യത്യാസം വെച്ചാൽ ഒരു ജോലി ഈസി എന്ന് മാത്രമല്ല, ഒരു സീരിയസ്നെസ് കുറഞ്ഞു എന്ന് പറയാം. എല്ലാവർക്കും വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടായി. നമുക്ക് അന്ന് ഒരു പടം എടുത്തു കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്ത് വന്നാലേ സംഭവം അത് ഉണ്ടോ എങ്ങനെ വന്നതെന്ന് അറിയുള്ളൂ. അപ്പം നമ്മളത് എടുക്കുമ്പോൾ അത്രയും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുള്ളൂ. ഒന്ന് എടുത്താൽ പക്ക അത് വരണം, അതുപോലെ എടുക്കും. നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ ഒരു സ്നാപ്പ് എടുത്താൽ ആ സ്നാപ്പ് പക്ക ആയിരിക്കും. ഇന്ന് അതിൻ്റെ നമുക്കിതില്ല. ഉടനെ ഇഷ്ടം പോലെ അങ്ങോട്ട് എടുക്കുക, എത്ര വേണേ എടുക്കാമല്ലോ, എടുത്ത് ഉടനെ കാണാം. അപൂർവം ആയിട്ടുള്ള ആളുകളുടെ ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലും പുറത്തൊക്കെ പോയി ഷൂട്ട് ചെയ്ത് ലണ്ടനിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അന്ന് റിച്ചാർഡ് അറ്റൻബറോന്റെ ബെൻ കിങ്സ്ലി ഇവരൊക്കെ മീറ്റ് ചെയ്യാനുള്ളൊരു അങ്ങനത്തെ അതിന്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. മണ്ടന്മാർ ലണ്ടനിൽ പടമായിരുന്നു. പിന്നെ പാരീസിൽ പോയിട്ടുണ്ട്, സിംഗപ്പൂര്, അമേരിക്കയിൽ പോയിട്ടുണ്ട്. ലാൽ അമേരിക്കയിൽ രണ്ട് ക്യാമറ വയ്ക്കും. അപ്പോൾ അതെ, രണ്ട് ക്യാമറ എപ്പോഴും ഓർമ്മയുണ്ട്. രണ്ട് ക്യാമറ ഉണ്ടാവും എപ്പോഴും എല്ലാ ആൾക്കാരും. വർക്കിംഗ് സ്റ്റിൽ എടുക്കാൻ പോയിട്ട് പറയുമ്പോൾ വർക്കിംഗ് സ്റ്റിൽ എടുക്കുമ്പോഴാണ് നമുക്ക് അധികം ആക്സിഡൻറ്റുകൾ. അങ്ങനെ രേവതിക്കൊരു പാവക്കുട്ടി സിനിമയിൽ 3 ക്യാമറ ആയിട്ടൊക്കെ പോയി വീണിട്ടുണ്ട്. വെള്ളത്തിലൊക്കെ വീണിട്ടുണ്ട്. അത് എന്താ ബോട്ടിൽ അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ ഷൂട്ടിംഗ് ആണ്. അപ്പം നമ്മൾ തനിച്ച് ചെറിയൊരു ബോട്ടിൽ വർക്കിംഗ് സ്റ്റിൽ എടുക്കാൻ മാറിപ്പോയി എടുക്കണമല്ലോ. അങ്ങനെ മാറിപ്പോയി എടുക്കാൻ വേണ്ടി ഞാനും ഒരു വള്ളക്കാരനും കൂടെ പോയി വെള്ളം മറിഞ്ഞു താഴെ പോയി. ക്യാമറ മുഴുവൻ വെള്ളത്തിൽ പോയി. എല്ലാം ഉപ്പ് വെള്ളമായിരുന്നു. അത് കുറച്ച് ഇതായിപ്പോയി. അങ്ങനെ പിന്നൊരു വർക്കിംഗ് സംഭവം എന്ന പടത്തിന് ഒരിക്കലൊരു വാനിൽ യൂണിറ്റ് വണ്ടി കയറി മേലെ എടുക്കുന്ന സമയത്ത് 2 ലൈന്, ഈ പവർ ലൈൻ അതിൻ്റെ ഇടയിൽ കൂടെ മേലെ നോക്കിയില്ല. അങ്ങനെ വർക്കിംഗ് സ്റ്റിൽ എടുക്കുമ്പോഴാണ് അന്ന് നിന്നിട്ട് താഴെയുള്ള ഒരാൾ കണ്ടിട്ടാണ് നില വിളിച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ എങ്ങനെ നിൽക്കുക, പിന്നെ എടുത്തിട്ട് ഇറങ്ങി എങ്ങനെ പഠിച്ചിട്ട്. ഇത് ശരിക്കും വ്യൂ ഫൈൻഡറാണ് ഈ മീതിയുള്ളത്. ഈ വ്യൂ ഫൈൻഡർ എടുത്ത് മാറ്റിയാൽ ഈ കാണുന്നതാണ് ഗ്രൗണ്ട് ഗ്ലാസ് എന്ന് പറയുന്നത്. ഈ ലെൻസിലാണ് നമ്മൾ പുറത്തു നിന്നുള്ള ഇമേജ് പതിയുന്നത്. നമ്മൾ മീതെന്ന് ഇതിനുള്ളിലൂടെ നോക്കുമ്പോൾ ഇതിലാണ് ഇമേജ് കാണുന്നത് അല്ലേ? ഇതിലാണ് ഇമേജ് കാണുന്നത്. ഇതാണ് ആ ലെൻസ്. എത്രയോ മഹാന്മാരായിട്ടുള്ള നടന്മാരുടെ, എത്രയോ മഹാന്മാരായിട്ടുള്ള നടിമാരുടെ ഒക്കെ ഇമേജുകൾ പതിഞ്ഞിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ ഗ്രൗണ്ട് ഗ്ലാസ്സാണ്. നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് 120 ഫിലിം ഉപയോഗിക്കുന്ന ക്യാമറയാണ്. അതിന് ശേഷം ഏതാണ്ട് സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇതിലുപയോഗിക്കുന്നത് 35mm ഫിലിമാണ്. ഇതിന് പാരലായിട്ട് ഉപയോഗിച്ചിരുന്നൊരു 35mm ക്യാമറയാണ്. ഇത് 120mm ആയിരുന്നു. ഇത് 35mm ക്യാമറയാണ്. ഇത് ആ കാലത്തെ ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു മോഡലാണ് അല്ലേ? ഇതിലെല്ലാ ലെൻസസും വയ്ക്കാൻ പറ്റും. ഇത് പിന്നീട് നമുക്ക് പരിചയമുള്ള കാലഘട്ടത്തിലെ ക്യാമറയാണ്. ഇത് വൈൻഡ് ചെയ്യണമല്ലേ? ഇതിലാണ് വൈൻഡ് ചെയ്യുക. ഓരോ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും ഇതിങ്ങനെ വൈൻഡ് ചെയ്യും, ഇത് ക്ലിക്ക് ചെയ്യും. ഇത് ഏത് ലെൻസാണത്? ഇത് 50 ലെൻസാണ് ഇതിലുള്ള ഇപ്പോൾ കിടക്കുന്നത്. ആവശ്യാനുസരണം നമുക്ക് ഇതിൻ്റെ ലെൻസുകളൊക്കെ മാറ്റാൻ പറ്റും. സമ്മർ ഇൻ ബത്ലഹേം എന്ന് പറയുന്ന സിനിമയിലെ സ്റ്റിൽസ്, എൻ്റെ മറവത്തൂർ കനോൻ്റെ സ്റ്റിൽസൊക്കെ
ഈ ക്യാമറയിൽ അന്ന് ഇതുണ്ട് അല്ലേ? ഇതുണ്ട്. ഇത് ഇത് യൂസ് ചെയ്തു. ഇതാണ് അല്ലേ? ഇതാണ് അധികം ആ സമയത്തെല്ലാം 120 പോയി. 35 ഇത് ഈ മൂവി ക്യാമറയുടെ ആ ലോഡിങ് സിസ്റ്റമാണ്. ഇപ്പോൾ ഇവിടെ ഫിലിമിൻ്റെ ആ കാട്രിഡ്ജ് ഇവിടെ ലോഡ് ചെയ്യും. അതിന്ന് ഫിലിം വലിച്ച് ഇതിനുള്ളിലേക്ക് ഫിക്സ് ചെയ്യും. എന്നിട്ട് ഇത് അടച്ചതിന് ശേഷം ഇത് വെച്ചിട്ട് വൈൻഡ് ചെയ്യുമ്പോഴാണ് അത് കഴിഞ്ഞ് ക്ലിക്ക് ചെയ്യും, ഓരോ ഫിലിംസായിട്ട് ഫോട്ടോ എടുക്കും. ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ക്യാമറ തുറക്കേണ്ട ആവശ്യമില്ല, ഒക്കെ തിരികെ കയറ്റില്ല, ചെറിയ പ്ലേറ്റ്സ്. അതെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ക്യാമറയുമായിട്ടുള്ള ഒരു എല്ലാം അറിയുന്ന ഒരു ബന്ധമുണ്ട്. ക്യാമറയിൽ ഒരാൾ ഫിലിം ലോഡ് ചെയ്ത് അത് അടച്ച് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു ഭർത്താവ് ഭാര്യയെ എന്ന പോലെ ആയിരിക്കും ഈ ക്യാമറ യൂസ് ചെയ്യുന്നത്. അതേസമയം ഡിജിറ്റൽ ക്യാമറയിൽ നമുക്ക് വേറെ ഒന്നുമില്ല, അതിൻ്റെ കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നു, ജസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യണം. അതിൻ്റെ ഒന്നും തുറക്കേണ്ട ആവശ്യമില്ല, തുറന്ന പണി കിട്ടുകയും ചെയ്യും. ചില സ്റ്റിൽസ് കണ്ടിട്ടുണ്ട് മൂവി ക്യാമറ ഓപ്പറേറ്റ് ചെയ്യണത് കണ്ടിട്ടുണ്ട്. അത് ഏത് സിനിമകളായിരുന്നു? അത് മറ്റേ വെളിയിലുള്ള പടങ്ങളിലും ചെയ്തിട്ടുണ്ട്. ആനന്ദക്കുട്ടൻ്റെ പുറത്തൊക്കെ കയറിയിരുന്ന് അതുകൊണ്ട് സ്റ്റിൽസൊക്കെ ഉണ്ട്. പിന്നെ ആന എന്ന പടത്തിന് ജയന വിൻസെന്റിന്റെ പുറത്ത് ആനയുടെ വ്യൂ പോയിന്റ് ഷോട്ടൊക്കെ എടുക്കാൻ ഹൈറ്റ് വേണമല്ലോ. അപ്പം ഞാനധികം വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് മൂപ്പരെ തോളിൽ കയറി ക്യാമറയും വെച്ച് മൂപ്പരിങ്ങനെ നടക്കും മരത്തിൻ്റെ അടി. അതിൻ്റെ അങ്ങനത്തെ പിന്നെ 2 ക്യാമറയൊക്കെ വരുമ്പോൾ അത്യാവശ്യം നമ്മൾ തന്നെ ചിലത് ചന്ദ്രകുമാറിൻ്റെ പടങ്ങളാണ് അധികം ചെയ്തിട്ടുള്ളത്. ഒരു സിനിമാറ്റോഗ്രാഫർ ആവണമെന്ന് എന്താണ് പ്ലാൻ ചെയ്തിരുന്നത്? അന്ന് വെച്ചാൽ അത് പറയുകയാണെങ്കിൽ ഒരു ധൈര്യക്കുറവ് പറയാം. ചന്ദ്രകുമാർ ഏതൻ തോട്ടം നടക്കുമ്പോൾ എൻ്റെ അടുത്ത് വർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ധൈര്യമില്ല, നമ്മൾ കണ്ടത് വിൻസെൻ്റ് മാഷ് അങ്ങനെയൊക്കെ നമുക്ക് പറ്റുമോ എന്നുള്ളത്. പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോലി ഇല്ലാതാവുമോ അങ്ങനെയും ഒരു ഇതുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടും ഇതൊക്കെ വേണം. അതും ഇല്ലാതായാൽ അങ്ങനെ ഒരു ധൈര്യക്കുറവെന്ന് പറയാം. പക്ഷെ ശരിക്കും ചെയ്തിട്ടുള്ളതാണല്ലേ കുറേ സിനിമകളിൽ. ആനന്ദക്കുട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഈ ജോലി മാത്രമല്ല, ലൈറ്റിങ്ങും കൂടെ ലൈറ്റ് എടുത്ത് അന്ന് ഇപ്പം എല്ലാം സെപ്പറേറ്റായി. അന്ന് എല്ലാവരും എല്ലാ ജോലിയും ചെയ്യും. സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ ആ സ്റ്റില്ല് വളരെ പ്രസിദ്ധമായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർക്ക് ആ കാലത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം, ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ അവർ വീണ്ടും അഭിനയിക്കണം, എന്നിട്ട് വേണം സ്റ്റില്ലെടുക്കാൻ. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ നടന്മാരെയൊക്കെ ആയിട്ടുള്ളൊരു മിങ്കിൾ ചെയ്തിട്ടുള്ള രീതി? അവരെങ്ങനെയായിരുന്നു നമ്മളോട് പെരുമാറിയിരുന്നത്? അതിപ്പോൾ എടുത്ത് പറയും മമ്മൂക്ക ആയിക്കോട്ടെ, ലാലേട്ടനായിക്കോട്ടെ, ഇവരൊക്കെ പ്രത്യേകിച്ച് വലിയ എല്ലാവരും നമുക്കിതാണ്. ഇവരാണല്ലോ ഇത്തിരി സൂപ്പർ. അവരടക്കം നമുക്ക് വളരെ കോപ്പറേറ്റീവ് ആണ്. നമുക്കൊക്കെ വളരെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര നമ്മുടെ താല്പര്യമാണ് അവർ നിൽക്കാനും ഇതൊക്കെ. അപ്പോൾ ഒട്ടുമുക്കാലും പഴയതിൽ വെച്ചാൽ നസീർ സാറെ കൂടെ എടുത്ത് പറയാൻ എന്നുവെച്ചാൽ ഫോട്ടോ എടുക്കുന്നതിലല്ല, മൂപ്പരുടെ ഒരു സ്വഭാവം തന്നെ ആരെയും മുഷിപ്പിക്കാത്ത, വേദനിപ്പിക്കാത്തൊരു സ്വഭാവമാണ്. ഷൂട്ടിംഗ് സമയത്ത് സ്റ്റിൽ ഫോട്ടോഗ്രാഫർക്ക് ആ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷോട്ട് സെറ്റാവുന്നവരിക്കും ഫ്രീ ആണ്. ഈ സമയത്ത് മോമി ചെന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഏറ്റവും ഒഴിഞ്ഞൊരു സ്ഥലം, ആർക്കും ഉപദ്രവമില്ലാതെ, ആരും ശല്യം ചെയ്യാത്ത ഒതുങ്ങിയ ഒരു സ്ഥലം. അപ്പോൾ ഭാഗ്യദേവതയിലൊക്കെ മോമി ചെന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് വീണൊക്കെ റെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുക. അതായത് മോമി ഹട്ട് എന്ന് അതിന് പേര് തന്നെയുണ്ട്, മോമി ഹട്ടിലാണ് ചെന്ന് ഇരിക്കുക. ഇത്തരം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയാണ്. ഷൂട്ടിംഗ് സമയത്ത് ഇങ്ങനൊരാൾ സെറ്റിലുള്ളതായിട്ട് തോന്നുകയില്ല, ഒരു കോംപ്ലക്സ് ഇല്ലാത്ത. അതോടൊപ്പം തന്നെ മോമിക്ക് കിട്ടുന്നൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, മോമി വർക്ക് ചെയ്യുന്ന മിക്ക സിനിമകളും ഹിറ്റാവാറുണ്ട്. ഇത് സിനിമയുടെ ഗുണം കൊണ്ട് ഹിറ്റാവുന്നതാണ്. പക്ഷേ ഞങ്ങൾ പറയും മോമി ഒരു ലക്കി സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. മിക്ക സിനിമകളും മോമിയുടെ ഒരു കൊല്ലത്തെ ഒരു 4 ഹിറ്റ് എടുത്താൽ അതിൽ 2 എണ്ണമെങ്കിലും മോമി വർക്ക് ചെയ്ത സിനിമകളായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും മോമിയെപ്പറ്റി എത്ര പറഞ്ഞാലും തീരാത്ത ഒരു കഥാപാത്രമാണ് മോമി. സ്വന്തം ജോലിയിലും അതിൻ്റെ കൃത്യനിർവഹണത്തിലും മോമി പാലിക്കുന്ന ഒരു മര്യാദ അത് അനുകരണീയമാണ്. ഇത് സ്റ്റിൽ ക്യാമറകളുടെ ശ്രേണിയിലെ ഏറ്റവും പുതിയ ഡിജിറ്റൽ ക്യാമറ. ഇതിലിപ്പം നമ്മൾ വിശദീകരിച്ച് കൊടുക്കേണ്ട കാര്യമില്ല, ആളുകൾക്കൊക്കെ അറിയാം. ഇത് വളരെ കോമൺ ആയിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്ന ക്യാമറയാണ്. ഇതിൽ നമ്മൾ എവിടെയാണ് കാർഡ് ഇടുന്നത്? ഇതിൽ കാർഡ് ഇടും. ഈ കാർഡിലാണ് ഇപ്പോൾ ഇമേജുകൾ പതിയുന്നത്. മുൻപ് നമ്മൾ ഫിലിം ലോഡ് ചെയ്ത് കൊണ്ടുപോയി വാഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വാഷ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്തിന്
ഇതിലുണ്ട്. ഇത് കൊണ്ടുപോയിട്ട് ഒരു കമ്പ്യൂട്ടറിനുള്ളിൽ ഇട്ടാൽ നിങ്ങൾക്ക് ലാപ്ടോപ്പിലിട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജസ് മുഴുവൻ കാണാം. മുൻകാലത്ത് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിലെന്തൊക്കെ പതിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹത്തിനും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് അതെന്താ പതിഞ്ഞതെന്ന് മനസ്സിലാവണമെങ്കിൽ ഇതിനകത്ത് ലാബിൽ കൊണ്ടുപോയി അത് ഡെവലപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്യുമ്പോഴാണ്. ഓരോ സ്റ്റിൽ ഫോട്ടോഗ്രാഫറും നെഞ്ഞത്ത് കൈവച്ച് ദൈവത്തെ വിളിച്ചിട്ടാണ് ഓരോ റോള് എക്സ്പോസ് ചെയ്യുന്നത്. ഇന്ന് കാലം മാറി, എടുത്താൽ ഉടനെ ഇതിൽ നമുക്ക് കാണാം. ഇനി അടുത്തൊരു തലമുറ വരാൻ പോകുന്ന ക്യാമറ ചിലപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഫോട്ടോയെക്കുറിച്ചുള്ള ചില ഇൻഡിക്കേഷൻസ് തരുന്നതായിരിക്കും. ആദിപാപം എന്ന് പറഞ്ഞ സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു. നിങ്ങളൊരു കുടുംബം പോലെയുള്ളൊരു ടീമായിരുന്നു. അതിൽ യൂണിറ്റേ ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്ത്രീ നഗ്നയായി അഭിനയിക്കാൻ തയ്യാറാവണം. എന്തായിരുന്നു അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ? കുറച്ച് വെച്ചാൽ അതിൽ ആകെ യൂണിറ്റ് ഒരു ക്യാമറ, അതിൻ്റെ കൂടെ ഒരാൾ, ഒരു പണ്ട് സ്റ്റാൻഡേർഡ് 20 വാനൊന്ന്, ഒരു അംബാസിഡർ കാറ്. ഈ കാറും കൊണ്ട് മദ്രാസിൽ നിന്ന് ബാംഗ്ലൂർക്ക് മർക്കാറ ആ ഭാഗങ്ങളിലേക്ക് ഒരു ടൂർ പോകും പോലെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ, പിന്നെ ചന്ദ്രകുമാർ ഡയറക്ടർ, മൂപ്പര് അനിയനാണ് പി സുകുമാർ, മൂപ്പരാണ് ക്യാമറ ചെയ്തിരുന്നത്. കാടുകളാണ് അധികം. ക്യാമറ വേറെ ഒന്നുമില്ല, ക്യാമറ നേരിട്ട് വെറുതെ ഷൂട്ട് ചെയ്യുക. കാടുകൾ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പാലസ് ഉണ്ട് മൈസൂർ. അതിൻ്റെ അകത്ത് കുറച്ച് ഫ്ലവേഴ്സും പൂച്ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് ബാംഗ്ലൂരിൽ നിന്നിട്ട് കുറച്ച് ഡെയിലി പഴങ്ങൾ ഒക്കെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ ആപ്പിൾ അതൊക്കെ വെച്ചിട്ട് അവിടെ അറിയാം, പടം ഇത് കണ്ടറിയാത്ത ഒരു 200ഓളം സിനിമകളായി. അപ്പോൾ ഒരു 10-50 ഡയറക്ടേഴ്സിൻ്റെ കൂടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ? ഉണ്ടാവണമെന്ന് വിചാരിക്കണം. വിജയ് തമ്പി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പുതിയ തലമുറയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ മറവത്തൂർ കനവ്, ക്ലാസ്മേറ്റ്സ്, അറബിക്കഥ, പിന്നെ ഇപ്പം എൽസമ്മ. ഒരു സിനിമയിലെ സ്റ്റിൽസ് ഏറ്റവും കൂടുതൽ നന്നാവുന്നത് അതിൽ അഭിനയിക്കുന്ന വ്യക്തികൾ അറിയാതെ എടുക്കുന്ന ചിത്രങ്ങളാണ്. പലപ്പോഴും ഷോട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോസ് ചെയ്തിട്ട് സ്റ്റിൽ എടുക്കും. നമുക്കറിയാം, പണ്ട് നസീർ സാറിൻ്റെയൊക്കെ സ്റ്റിൽസ് കാണുമ്പോൾ പോസ് ചെയ്തിട്ടുള്ള സ്റ്റിൽസ് ഉണ്ടാവും. മോമി അത്തരം ശ്രമങ്ങൾക്ക് നിൽക്കാറില്ല. ഞാനെപ്പോഴും മോമിയിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിലുള്ള മോമിയുടെ സമീപനം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകൾ അറിയാതെയാണ് മോമി പലപ്പോഴും സ്റ്റിൽസ് എടുക്കുന്നത്. അത് ചിലപ്പോൾ റിഹേഴ്സൽ ടൈമിലായിരിക്കാം, ചിലപ്പോൾ ടേക്കിൻ്റെ സമയത്തായിരിക്കാം, ചിലപ്പോൾ ഒരു റീടേക്ക് ചെയ്യുന്ന സമയത്തായിരിക്കാം. ഷോട്ട് കഴിഞ്ഞിട്ട് മോമി ഒരു സ്റ്റിൽ എടുക്കാമെന്ന് പറയുമ്പോൾ മോമി പറയും സ്റ്റിൽ എടുത്ത് കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ ഒരു നല്ല സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ എല്ലാ ലക്ഷണങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് മോമി എന്ന് ഞാൻ പറയും. കുടുംബത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. കുടുംബം, വൈഫ് മദ്രാസിലാണ് താമസം, 2 മക്കള്, ആൺമക്കള്, ശാന്തകുമാരി, ഭാര്യയുടെ പേര് ഹരി, മനോജ്, 2 പേര്. ഒരാൾ പഠിപ്പ് കഴിഞ്ഞു. എന്താ പഠിച്ചത്? അവൻ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ്. മോഹനേട്ടൻ ഇനിയും ദീർഘകാലം സിനിമയോടൊപ്പം ഉണ്ടാവട്ടെ. സിനിമ മോഹനേട്ടനോടൊപ്പം ഉണ്ടാവട്ടെ. മോഹനേട്ടൻ എന്ന മോമി ഇന്നും മലയാള സിനിമയ്ക്ക് മാറ്റിവെക്കാനാകാത്ത ഒരു മേന്മയാണ്. പ്രയത്നത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ഒരു മുദ്ര പോലെ അദ്ദേഹത്തിൻ്റെ ഫ്ലാഷുകൾ ഇന്നും നമ്മുടെ സെറ്റുകളെ പ്രകാശമാനമാക്കുന്നു.